ബോസുകളെ നമ്മളിപ്പോൾ ഉള്ളത് ദമാമില്, സൗദിയിലെ ദമാമില് അൽഖോബാർ ബീച്ചിലാണുള്ളത്. ഖോബാറല്ല, അതായത് ബഹ്റൈൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ബീച്ചിലാണുള്ളത്. നമ്മൾ നേരെ ബാക്കിൽ കാണുന്നത് ബഹ്റൈനാണ് കാണുന്നത് കേട്ടോ. നേരെ ബാക്കിൽ അടുക്കൽ ബ്രിഡ്ജാണ് കാണുന്നത്. അതായത് കറക്റ്റ് വീഡിയോ കാണിച്ചു തരാം. ഇങ്ങനെ ബ്രിഡ്ജ് സ്റ്റാർട്ടിങ് ആട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആണ് കണ്ടോ. ബഹ്റൈൻക്കുള്ള പാലാണ് കേട്ടോ. ഇങ്ങനെ പാലം വരുന്നത് പാലം കണ്ടോ. ആ കാണാണ് ബഹ്റൈന് കാണുന്നത് കേട്ടോ. അവിടെ കാണുന്ന ബഹ്റൈനാണ് അവിടെ കാണുന്നത്. ഏതായാലും അടിപൊളി ബീച്ചാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ആളുള്ള ബീച്ചാണ്. ഇപ്പം വൈകുന്നേരമായി വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആള് വന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. നല്ല അടിപൊളി ബീച്ചാണ്. ഉള്ളിലൊക്കെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റിയ ബീച്ചാണ്. അതായത് ബഹ്റൈൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ബീച്ച്. ഈ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ് പോലെയാണ്. അതായത് സൗദി അറേബ്യ മാത്രമായിട്ടുള്ള ടച്ച് ഉള്ളു ഇവർക്ക്. അതായത് ഈ ബ്രിഡ്ജ് മുഖാന്തരം മാത്രം, ഈ പാലം മുഖാന്തരം മാത്രമാണ്. പിന്നെ ഫ്ലൈറ്റ് മുഖേന പറ്റുള്ളൂ. ഏതായാലും ഈ ബീച്ചിനടുത്ത് തന്നെ നമ്മളെ റൂമും കമ്പനിയൊക്കെ ഇവിടെ തന്നെയാണ്. നമ്മളെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഏതായാലും ഇങ്ങോട്ട് പോകാനും പറ്റും കേട്ടോ. നമുക്കൊക്കെ ബഹ്റൈനിലേക്ക് പോകാനും പറ്റും. ചെറിയൊരു പെർമിറ്റ് ഫീസ് എടുത്താൽ പിന്നെ നമുക്ക് ബഹ്റൈനിലേക്ക് പോകാൻ പറ്റും. 100-200 ഉള്ളൂ ചാർജ്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പോകാം. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും. ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. മറ്റുള്ള സ്ഥലത്തൊന്നും പറ്റൂല. വേറെ ബീച്ചുകളൊക്കെ ഉണ്ട്, അവിടെ ഒന്നും അലോഡില്ല. ഇവിടെ എല്ലാവർക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ കയറാം. കണ്ടകള് ബഹ്റൈനിക്ക് പോണ ഒരു ട്രെയിലറാണ്. ഇത്ര ദൂരെയാണ് ഓർമ്മ. സൂം ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ഇവിടുത്തെ ബീച്ചിൽ കാണുന്ന ഒരു തരം ഫിഷാണ് കേട്ടോ. അതായത് ജെല്ലി ഫിഷ് എന്ന് അതിന് പറയലെന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇപ്പം ചത്തതാ തോന്നുന്നുണ്ട്. ഒരു ആട്ടം എനിക്കൊന്നുമില്ല. അവിടെ കണ്ടില്ല ആൾക്കാരിറങ്ങിയിട്ട് കുളിക്കണം ബീച്ചിലേ. പിന്നെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് സെക്യൂരിറ്റിയാണ്. അത് ശ്രദ്ധിച്ചൊക്കെ വരിക. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസൊക്കെ അത്ര ക്ലിയർ ആണെന്നില്ല. ഏതായാലും പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ എൻജോയ്മെൻറ്റ് കേട്ടോ. നമ്മളെ ഒപ്പല്ലേ ഈ കാക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടിട്ടോ. നമ്മളെ നാട്ടുകാരനാണ്. പിന്നെ ഇവിടെ നിന്നാരെ പരിചയപ്പെട്ട കേട്ടോ. യാദൃശ്ചികമായിട്ട്